നമ്മുടെയൊക്കെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ബാപ്പയുടെ പേര് നമ്മൾ ആഗ്രഹിക്കാത്ത പേരായിരിക്കും. യാ ഫാഹിറം ബിൻ നസബി കൈഫത്ത ഫാഖുറു അസ്ലൂകുമു മിൻ ഖബലു തിയം വനായറു വആശാരി മൂശാരി പാണൻ വ പറയറു. ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചാമത്തെ ആറാമത്തെ ഉപ്പ. അഞ്ചാമത്തെ ആറാമത്തെ ഒന്നും ആവണ്ട, ഒരു നാലാമത്തെ ഉപ്പ ആധാരം, പഴയ ആധാരം പരിശോധിച്ചാൽ, അടിയാധാരം പരിശോധിച്ചാൽ നാലാമത്തെ ബാപ്പയുടെ പേര് അസ്ലൂകുമു മിൻ ഖബൽ. ഉമർ ഖാലി താനൂരപ്പള്ളിയിലെ വലിയ മുദരിസും വലിയ കവിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളീൻ്റെ മുറ്റത്ത് നിന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗത്തിൻ്റെ ഒരു കശപിശ തർക്കം. അപ്പം അതിലൊരു മൂപ്പൻ കുറച്ച് ആൾക്കാരോട് പറഞ്ഞതാണ്, ഞാനിത് തറവാട്ടുകാരനാണെന്ന് എനിക്കറിയോ, ഞങ്ങളൊക്കെ ആണ് ഈ നാട്ടിലെ വലിയ ആൾക്കാർ എന്നൊരു തറവാടി പറഞ്ഞപ്പോൾ ഉമർ ഖാലി ആ തറവാടിയോട് മറുപടിയൊന്നും പറഞ്ഞില്ല. പോയി ചുമരിൽ എഴുതി വെച്ചാണ്, യാ ഫാഹിറം ബിൻ നസബി, തറവാട് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവനെ, കൈഫത്ത ഫാഖുറു, തറവാടൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളൽ എങ്ങനെ, അതിനെ മാത്രം നിനക്കെന്തേ ഉള്ളത്? കാരണം അസ്ലൂകുമു മിൻ ഖബലു, നിന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ, അത്രയാ മതി, ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ അല്ലെങ്കിൽ അതിന്റെ ഉപ്പ. തീയൻ വനായറു അല്ലേ, വആശാരി മൂശാരി പാണൻ വ പറയറു വകുയ്ബാനു ശദ്ദി. ഇതൊക്കെ ഓരോ പഴയ കേരളത്തിലുള്ള കീഴാള ഹരിജന വിഭാഗങ്ങളാണ്, ദ്രവീഡിയൻസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ദീൻ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇതേപോലെയുള്ള ഔലിയാക്കന്മാർ, സാദാത്യങ്ങൾ, തെരീമിൽ നിന്ന് വന്ന, യമനിൽ നിന്ന് വന്ന. ഞാനതിൻ്റെ ചരിത്രം കുറച്ച് പറയാം. ക്രിസ്തബ്ദം ഇന്ന് 2025 അല്ലേ, ജനുവരി 18. നമ്മൾ വളരെ ഫാക്ച്വലി വലിയെന്തോ പറയുന്നില്ല, നമ്മുടെ മുമ്പിലുള്ള കുറച്ച് സത്യങ്ങളെ പറയുന്നുള്ളൂ. 2025 ജനുവരി 18. നമ്മളോട് ഇരിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ജീവിച്ചത്? നമ്മളൊരു വർത്താനങ്ങ് പറയും 14 നൂറ്റാണ്ട് മുമ്പ് എന്നൊക്കെ പറയും, കൊല്ലം ഉണ്ടാവുമല്ലോ. ക്രിസ്തബ്ദ 570 ഏപ്രിൽ 21 ആമിന ബീബിയുടെ മുത്തുമോൻ ജനിക്കുന്നത്. ക്രിസ്തബ്ദം 571 ഏപ്രിൽ 21. ക്രിസ്തബ്ദ 610 വഹി കിട്ടുന്നത്, നബിയാവുന്നത്. ഇപ്പം 2025. ക്രിസ്തബ്ദ 622 ജൂലൈ 19 മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ക്രിസ്തബ്ദ 632 ആഗസ്റ്റ് 8 വഫാത്താവുന്നത്. അപ്പൊ 632 പ്രവാചകൻ വഫാത്താവുന്നത്. 630 ഹജ്ജത്തുൽ വിദാ ഉണ്ടാവുന്നത്. 530 ലാസ്റ്റ്. അപ്പൊ ആ ഹജ്ജിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടിയ സഹാബികളോട് ലിയുബല്ലിഗുനി ഷാഹിദുനിൽ ഗായിബ, അവിടെയുള്ള സഹാബികൾക്കൊക്കെ സനദ് കൊടുത്തു. ഷഹാദത്ത് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റാണ്. എന്നിൽ നിന്നും ദീൻ പഠിച്ച നിങ്ങളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പറയാൻ പോകണം എന്നുള്ള സമ്മതവും അതിനുള്ള അംഗീകാരപത്രവും പ്രവാചകൻ പൊതുവായി എല്ലാ സ്വഹാബികൾക്കും നൽകി. ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് സ്വഹാബികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും കടൽ കടന്നും കാട് കടന്നും മരുഭൂമികൾ താണ്ടിയും ഒക്കെ പോകുന്നത്. നമുക്കെന്നറിയാം, 1.25 ലക്ഷത്തോളം പ്രവാചകന്റെ അനുയായികൾ അവസാനത്തെ ഹജ്ജിൽ പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഹജ്ജ് എന്ന് പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ ഹജ്ജേ ചെയ്തുള്ളൂ. നല്ലതാണെങ്കിൽ ഒരു ഹജ്ജ് മതി, നല്ലതാണെങ്കിൽ ഒരു ഉംറയും മതി. ഒറ്റ ഹജ്ജേ അവിടെ നിന്ന് ചെയ്തുള്ളൂ. അന്ന് 1.25 ലക്ഷത്തോളം സഹാബികൾ ഒരുമിച്ച് കൂടിയെന്നാണ്. പക്ഷേ മദീനയിലും മക്കയിലും 1.25 ലക്ഷം പോയി 10,000 സഹാബികളുടെ മക്ബറ പോലും ഇല്ല. 10,000 സഹാബികളുടെ മക്ബറ പോലും ഖബറുകൾ എണ്ണിയാൽ മക്കയിലും മദീനയിലും ആകെ കൂട്ടി നോക്കിയാലില്ല. ബാക്കി സഹാബികളൊക്കെ എങ്ങോട്ട് പോയി? ബാക്കി സഹാബികളൊക്കെ പോയത് അവർ മക്കയിലും മദീനയിലും പോലും നിന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ദുആ ചെയ്യൽ എന്താണ്? വെള്ളിയാഴ്ച രാവിൽ രണ്ടാലൊരു ഹറമിൽ വെച്ച് ഞങ്ങളെ മരിപ്പിക്കണമെന്നാണ്. നമ്മൾ പോലും അതാണ് ദുആ ചെയ്യുന്നത്. പക്ഷേ പ്രവാചകന്റെ സഹാബികൾ മക്കയിലും മരിക്കാൻ നിന്നില്ല, മദീനയിലും വഫാത്താകാൻ നിന്നില്ല. മഹാഭൂരിപക്ഷവും 3/2 മക്കയിലും മദീനയിലുമല്ല അന്ത്യവിശ്രമം കൊള്ളുന്നത്.
2/3 അന്ത്യവിശ്രമം കൊള്ളുന്നത് ഭൂമിയുടെ വ്യത്യസ്തമായ അറിയപ്പെടാത്ത റിമോട്ട് ഏരിയകളിലാണ്. കാരണം ഈ പ്രഖ്യാപനം കേട്ടപാടെ പോവുകയായിരുന്നു പലരും. അതിൻ്റെ ഒരു കാൽപ്പനികമായ വിശദീകരണം, അവരുടെ കുതിര ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞത് അങ്ങോട്ടേക്കൊക്കെ പോയി എന്നൊക്കെയാണ് അതേക്കുറിച്ച് ചരിത്രത്തിലുള്ളത്. ലിയുബല്ലിഗനി ഷാഹിദ് വൽ ഗായിബ എന്ന് കേട്ട് ഇവർ തിരിച്ച് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ കൂടാരത്തിൽ അവരുടെ താവളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവരുടെ വാഹനമായ കുതിരയും കഴുതയും ഒട്ടകവും ഒക്കെ ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞത് അങ്ങോട്ടേക്ക് പോയി. ഇന്ന് നാട്ടിലേക്ക് എന്നുള്ള കണ്ടീഷനൊന്നുമില്ല. ഇപ്പൊ ചില ആളുകൾ ഇന്ത്യയിലെത്തി, ചില ആളുകൾ ചൈനയിലെത്തുന്നു, ചില ആളുകൾ ആഫ്രിക്കയിലെത്തുന്നു, ചില ആളുകൾ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു, പല ഭാഗങ്ങളിലേക്കും പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിലെത്തി എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ഒരഭിപ്രായം. നമുക്കറിയാം, ഞാൻ ഇസ്ലാം കേരളത്തിലേക്ക് വന്നത് അതും കാസർഗോഡ് ജില്ലയ്ക്ക് ഇസ്ലാമിക കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. കേരളത്തിൻ്റെ ഇസ്ലാമിക പാരമ്പര്യത്തെ എങ്ങനെ വായിച്ചു നോക്കിയാലും അതിൻ്റെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടേണ്ട ഒരു പേരായി കാസർഗോഡ് ജില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ഡെമോക്രാറ്റിക് കഷ്ണങ്ങളാണ്. പക്ഷേ ഇവിടെയുള്ള ചില പ്രദേശങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കർണാടകയിലെ ബഡ്ഗൽ, കാസർഗോഡിലെ തളങ്കര, അതേപോലെ കണ്ണൂരിലെ ധർമ്മടം, ശ്രീകണ്ഠപുരം, ഏഴിമല, കോഴിക്കോട് ജില്ലയിലെ പന്തലായനി, കൊല്ലം, അതേപോലെ ചാലിയം, താഴേക്ക് പോയാൽ പൊന്നാനി, അതിൻ്റെയും താഴെ പോയാൽ തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ. ഇത്രയും പ്രദേശങ്ങളാണ് കേരളത്തിൽ ഇസ്ലാമിൻ്റെ തറവാട് മുറ്റങ്ങൾ. അതിൽ കൊടുങ്ങല്ലൂരിലാണ്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഈ ജില്ലയുടെ പേരും ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിൻ്റെ കഥയും പറയലൊക്കെ വലിയ വിഡ്ഢിത്തമാണ്. കാലങ്ങളായി നമ്മൾ ചെയ്തു വരുന്ന വലിയൊരു പോഴത്തമാണ്. കാരണം ഈ സംസ്ഥാനവും ജില്ലയും ഒക്കെ ഉണ്ടായിട്ട് തന്നെ ഒരു 60 കൊല്ലം ആയിട്ടില്ല. ഇവിടെ ഒരു 75-80 കൊല്ലം മുമ്പ് ഇന്ത്യ പോലും ഇല്ല. ജില്ലകളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് കൊല്ലങ്ങളാവുന്നേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ ഇസ്ലാം ഉണ്ടായത് എന്നൊക്കെ ആ പ്രയോഗം തന്നെ തെറ്റാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില വർത്തമാനങ്ങളാണത്. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഭൂമിയേ ഉള്ളൂ. അപ്പം അവരിവിടെ വരുന്നു. ഇപ്പം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1946 ഈ ഫെഡറൽ ഇന്ത്യ ഇല്ലല്ലോ. 1951 നവംബർ 1 കേരള പിറവി ദിനം. അതിന് മുമ്പ് കേരളം ഇല്ലല്ലോ. മദ്രാസ് സ്റ്റേറ്റ് ആണ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് ആണൊക്കെ പുറമെയാണ്. അതേപോലെയാണ് ജില്ലകൾ ഉണ്ടാവുന്നത്. ചില ജില്ലകളൊക്കെ ഈയിടെ 10-30 കൊല്ലം മാത്രമേ ജില്ലകൾക്ക് പഴക്കമുള്ളൂ. അപ്പോൾ അതൊരു പ്രയോഗം മാത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് കേരളത്തിൽ ആദ്യമായി ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി സംഘം എത്തിയത്. ഷറഫ് ബിന് മാലിക് ബിൻ ദീനാർ, മാലിക് ബിൻ ഹബീബിന്റെ പത്നിയായ കമരിയ, അവരുടെ സംഘം. ആ സംഘമാണ്, പ്രസംഗാക്കും ഒരുപാട് സമയം പോകും, ആ സംഘമാണ് കൊടുങ്ങല്ലൂരിൽ ആദ്യമായി എത്തുന്നത്. കൊടുങ്ങല്ലൂരിൽ എത്താൻ എന്താ പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ ചേരമാൻ പെരുമാളിന്റെ കൊട്ടാരത്തിലേക്കാണ് വരുന്നത്. ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞാൽ ചേര രാജവംശത്തിലുള്ള 2ാമത്തെ രാജാവാണ് ചേരമാൻ. അദ്ദേഹത്തിന്റെ ഒരു പേരുണ്ട് രാജരാജവർമ്മ. രാജരാജവർമ്മ, അത് തന്നെ. അവര് കൊടുങ്ങല്ലൂരിൽ വരാൻ കാരണം ആദം അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ ഒരു മല, ആദം മല എന്ന ചരിത്രത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന ആദം മല, അത് സിലോണിലാണ്. സിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശ്രീലങ്കയുടെ പഴയ പേരാണ് സിലോൺ. ശ്രീലങ്കയിലേക്കാണ് അവർ പുറപ്പെട്ടത്. ശ്രീലങ്ക നമുക്കറിയാം, കേരളത്തിൻ്റെയും കർണാടകയിലെ ധനുഷ്കുടി ആ മുനമ്പ് കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്കയാണ്. കേരളത്തിൽ നിന്ന് ഉറ്റി വീണ ഒരു ജലഗണം പോലെയാണ്, അല്ലെങ്കിൽ ഇന്ത്യ പൊഴിച്ചൊരു കണ്ണീർ തുള്ളി പോലെയാണ് ശ്രീലങ്കയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ. അപ്പൊ സ്വാഭാവികമായി അറേബ്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ അവരുടെ കപ്പലിനെ നങ്കൂരമിടേണ്ടി വരിക തമിഴ്നാട്ടിലെ ഈ കീഴക്കര കായൽപട്ടണം ആ നാഗൂർ ആ ഭാഗത്തായിരിക്കും വിശ്രമിക്കാൻ കയറേണ്ടി വരിക, അല്ലെങ്കിൽ പിന്നെ കയറേണ്ടി വരിക കേരളത്തിലായിരിക്കും. ആ ഒരു യാദൃശ്ചികത മാത്രമാണ്. യാദൃശ്ചികത എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ ആ പൂർവ്വനിശ്ചയപരമല്ലാത്ത ആ കാര്യം മാത്രമാണ്. അവർ എവിടെ വന്നെത്തുന്നു? തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ വന്നെത്തുന്നു. കൊടുങ്ങല്ലൂരിലെത്തിയപ്പോൾ ഇത് അറബികളാണ്, തദ്ദേശീയരായ ദ്രവീഡിയൻസ് നേരത്തെ പറഞ്ഞ ആളുകൾ. ഇവരെ
പ്രാദേശിക രാജാവായ ചേരമാൻ പെരുമാളിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. ചേരമാൻ എന്നുള്ളതും പെരുമാൾ എന്നുള്ളതും രണ്ടും അവരുടെ അവരുടെ കുലസ്ഥാന പേരാണ്, അവരുടെ കുലനാമമാണ്. അള്ളാഹു ഓരോരോ കാരണങ്ങൾ ഒരുമിപ്പിക്കുകയാണ്. സംസാരിച്ച് നോക്കുമ്പോൾ ഇവർ അറബികളാണെന്ന് അറിഞ്ഞപ്പോൾ അതേവരെ ഇദ്ദേഹം മനസ്സിൽ വെച്ചൊരു കാര്യം അവരോട് പങ്കുവെക്കുകയുണ്ടായി. അത് ചന്ദ്രൻ പിളർന്ന സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആ കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ വിശദീകരിച്ച് അങ്ങോട്ടേക്ക് പോവുകയല്ല. ചേരമാൻ പെരുമാൾ അത് കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ അത് പറയാൻ കാരണം, നിങ്ങൾ എന്തിനാണ് ഈ ആദം മല കാണാൻ പോകുന്നത്, അതിനെന്താണ് ഇത്ര വലിയ സവിശേഷത എന്ന് ചോദിച്ചപ്പോ ഈ പറയുന്ന ഷറഫ് ബിൻ മാലിക് ബിൻ ദീനാറും അതേപോലെ മാലിക് ബിൻ ഹബീബിന്റെ പത്നിയാണ് കമരിയ. പിന്നെ ഈ കമരിയയുടെ മക്കൾ വഴിയാണ് കേരളത്തിൽ ഇസ്ലാമൊക്കെ സ്പ്രെഡ് ആവുന്നത്. ഇസ്ലാമിന്റെ മഹിമ പറയുകയും പ്രവാചകന്റെ അത്ഭുതങ്ങൾ പറയുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായി ചന്ദ്രൻ പിളർന്ന സംഭവം പറയുന്നത്. അപ്പൊ ചന്ദ്രൻ പിളർന്നു, ഖമർ, നിലാവ് പിളർന്നു, അന്ത്യനാൾ അടുത്തു. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള ഇദ്ദേഹം പെരുമാൾ പണ്ട് കണ്ടൊരു സംഭവം ആലോചിക്കുന്നത്. ഞാനും കണ്ടിരുന്നു, പക്ഷേ ആരും വിശ്വസിക്കാത്തത് കൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു കൗതുകം, ആ ഒരു ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ഇവരോട് പങ്കുവെക്കുന്നത്. അങ്ങനെ അതിന് ആദ്യമായൊരു വിശദീകരണവും ഉത്തരവും ഈ വന്ന അറബികളിൽ നിന്ന് കിട്ടിയപ്പോഴാണ്, എന്നാൽ എനിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മടങ്ങി വരുന്ന വഴിക്ക് ഒന്നുകൂടി ഈ വഴിക്ക് വരണമെന്ന് പറയുന്നത്. അങ്ങനെ ഇവര് കൊടുങ്ങല്ലൂരിൽ നിന്ന് ശ്രീലങ്കയിൽ പോകുന്നു, ആദം മല കാണുന്നു, തിരിച്ചു വരുന്നു. ഈ രാജരാജവർമ്മ ചേരമാൻ പെരുമാളിനെയും കൂട്ടി പ്രവാചകന്റെ സന്നിധിയിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ ഞാനിത് വളരെ ആധികാരികമായി പറയാൻ, ഞാനൊരു ചരിത്രകാരനല്ല, ചരിത്ര വായനക്കാരൻ മാത്രമാണ്. അതിൻ്റെ ഇടയിൽ രണ്ടഭിപ്രായം ഉണ്ട്. ചേരമാൻ പെരുമാൾ പ്രവാചകനെ കണ്ടിട്ടില്ല എന്നുള്ളത്. കാരണം ഒരഭിപ്രായം ഏതായാലും കണ്ടു എന്നുള്ളത് തന്നെയാണ്. മറ്റൊരഭിപ്രായം ഒരു 200 കൊല്ലത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഇവരുടെ കാലഗണനയിൽ കാണുന്നുണ്ട്. 100% നമുക്കത് ചരിത്രപരമായ കാര്യമാണ്, ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലം ഇതാണ്. ഞാൻ പറഞ്ഞു, ക്രിസ്തബ്ദം 570-നും 632-നും ഇടയിലാണ്. ചേരമാൻ പെരുമാളിന്റെ ക്രോണോളജിയിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം ക്രിസ്തബ്ദം 880 സംതിങ് ഒക്കെയാണ് കാണുന്നത് ഒരഭിപ്രായത്തിൽ. മറ്റൊരഭിപ്രായം നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകന്റെ കാലം തന്നെ. അപ്പൊ ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ടാവും. മലയാളത്തിലെ പ്രമുഖ ചരിത്രകാരന്മാർ 2 പക്ഷക്കാരാണ് ആ വിഷയത്തിൽ. ഇപ്പൊ MGS അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയായ ഗംഗാധരൻ, അവര് രണ്ടാളും കേരളത്തിൽ അറിയപ്പെട്ട 2 സെലിബ്രേറ്റഡ് ഹിസ്റ്റോറിയൻസ് ആണ്. അവർ രണ്ടും ഇക്കാര്യത്തിൽ 2 അഭിപ്രായക്കാരാണ്. ഞാനിങ്ങനെ വായിച്ചു പോകുന്നത് ഈ ചരിത്രം നമ്മുടെ കാലം വരെ എത്തുമെങ്കിൽ എത്തട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഇവര് ഏതായാലും സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല ഇത് കണ്ടു എന്ന് പറഞ്ഞ ആളാണല്ലോ. ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു എന്ന് പറഞ്ഞ ആളാണ്. നമുക്ക് ആ ചരിത്രം വെച്ച് മുന്നോട്ട് പോയാൽ കാണുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു. അഭിപ്രായ പ്രകാരം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഇഞ്ചി, ചുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ സമ്മാനിക്കുന്നു. നമ്മളൊരു വലിയ ആളെ കാണാൻ പോകുമ്പോൾ നമ്മുടെ മണ്ണിൽ വിളയുന്ന സാധനമാണ് കൊണ്ടുപോയി കാണിക്ക വെക്കുക. ഈ നാട്ടിൽ ലഭ്യമായതിൽ വെച്ച് ചേരമാൻ പെരുമാൾ അങ്ങനെയാണെങ്കിൽ ഒരു മുബാറക്കായ ആളാണ്. താജുദ്ദീൻ പേര് സ്വീകരിക്കുന്നു. ഇഞ്ചിയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഈ ഇഞ്ചി കൊടുത്തതിനും വലിയൊരു കാര്യമുണ്ട്. ഇഞ്ചി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തിന്നു നോക്കുകയും ചുക്ക് അടുത്തുള്ള ആളുകൾക്ക് കൊടുക്കുകയും എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. ഈ അറബികൾക്ക് പൊതുവെ ഈ എരിവുള്ള സാധനങ്ങൾ അന്നും എന്നും ഇഷ്ടമാണല്ലോ. വലിയ എരിവുണ്ടാവരുത്, ഈ സൈഡായി തിന്ന സാധനങ്ങൾ. അപ്പോ പിന്നീട് അവിടെ ഒരു അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ വിളമ്പപ്പെടുന്ന പാനീയങ്ങൾ ഖുർആൻ എണ്ണിയപ്പോൾ സ്വർഗത്തിലെ ജ്യൂസിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞത് സ്വർഗത്തിലുള്ള ജ്യൂസ് ഇഞ്ചി ജ്യൂസാണ് എന്നാണ്. മിസാജുഹാ സൻജബീല, സ്വർഗാവകാശികൾക്ക് പാനം ചെയ്യപ്പെടുന്ന പാനീയത്തിന്റെ ഇൻഗ്രീഡിയന്റ് ഇഞ്ചി ആയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ദഹർ. ഇതൊരു ഇഞ്ചി ജ്യൂസ് കുടിക്കാനാണോ അങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് ചിന്തിക്കേണ്ട. അത് വേറെ ബ്രാൻഡഡ് ഇഞ്ചിയറ്റായിരിക്കും എന്ന് വിചാരിക്കാം. ഇനി ഇഞ്ചി ജ്യൂസിന് കുഴപ്പമില്ല, വളരെ ഈ എനർജറ്റിക്കായ ക്ഷീണം മാറ്റുന്ന സാധനമാണ് ഇഞ്ചി.
ആർക്കും അതിൻ്റെ സ്മെല്ല് വളരെ ഒരു ജെനുവിനായ ഹൈജനിക് സ്മെല്ലാണ്. സ്വർഗത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് തന്നെയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സങ്കല്പമല്ല, ഒരു റിയൽ നാഗരികതയുടെ പേരാണ് സ്വർഗം. സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് തന്നെ ഇവിടെയുള്ള ഭക്ഷണങ്ങൾ എന്താണ്? അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദിൻ വതൽഹിം മൻലൂദിൻ വദില്ലിൻ മംദൂദിൻ വമാഇൻ മസ്കൂബിൻ വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. അല്ലേ, അവിടെയൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഏതാ? ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത ഫ്രൂട്ട്സ്, മുന്തിരി, ആപ്പിൾ, മുള്ളില്ലാത്ത കൈതച്ചക്ക ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാവുന്നത് ഖുർആൻ്റെതിൽ. മുള്ളില്ലാത്തതാണ്. വത്വൽഹിൻ മൻലൂദ്, പഴുത്ത നേന്ത്രപ്പഴം. ഇവിടെ എന്താ പറയാ? ഞങ്ങളുടെ നാട്ടിൽ നേന്ത്രക്കായ് എന്ന് പറയും. ഇവിടെ എന്താ പറയാ? അതന്നെ അല്ലേ, നേന്ത്രപ്പഴം എന്നല്ല പറയാ. നേന്ത്രപ്പഴം. സ്വർഗത്തിലുള്ള സാധനം അല്ലാഹു എണ്ണിയതാണ്. ഇഞ്ചി, പഴുത്ത നേന്ത്രപ്പഴം. വഫാകിഹത്തിൻ കസീറ, പിന്നെ കുറേ ഉണ്ട്, ഓരോന്നും പറയാൻ മെനക്കെട്ടില്ല അല്ലാഹു. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. എല്ലാ സീസണിലും കിട്ടുന്ന പഴങ്ങളാണ്, മുറിഞ്ഞു പോവില്ല, നിലച്ചു പോവില്ല, എപ്പോഴും കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഇഞ്ചി ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇവർ തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സഹാബികളുടെ പ്രത്യേകത, അവർ മദീനയിലും മക്കയിലും പോലും നിൽക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇവർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോവുകയാണ്. ലോകമൊന്ന് വളരെ ഇരുണ്ട കാലമാണ്. അപ്പൊ ഇവർ കാരണത്താൽ ഒരു മനുഷ്യന് വെളിച്ചം കിട്ടുകയാണെങ്കിൽ അതാണ് അവർക്ക് ഭൂമിയേക്കാളും ഭൂമിയിലുള്ളതിനേക്കാളും ദുനിയാവിലേക്കാളും ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും ഉത്തമം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ എന്നാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ, അലിയെ നീ കാരണം ഏതെങ്കിലും ദുനിയാവിലെ ഒരു മനുഷ്യന് അല്ലാഹു ഹിദായത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഖൈറുൽ ലക മിനദ് ദുനിയ, താങ്കൾക്ക് ദുനിയാവിനേക്കാളും നല്ലത്, വമാ ഫീഹാ, ദുനിയാവിലുള്ളതിനേക്കാളും നല്ലത്. ഒരാൾക്ക് ഈമാൻ നമ്മൾ കാരണത്താൽ കിട്ടുക എന്നുള്ളത് അതിനേക്കാളും വലിയൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇസ്ലാമികവും ഈമാനികവുമായ സംഗതികൾക്ക് ആളുടെ എണ്ണത്തിന് ഒരു വിഷയവും പ്രസക്തിയൊന്നുമില്ല, അതിലൊന്നും ഒരു കഥയും ഇല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് സഹാബികൾ മുഴുവനും പരക്കുന്നത് ലോകത്തിന്റെ പല ഭാഗത്തും. അപ്പൊ ചേരമാൻ പെരുമാൾ തിരികെ വരുമ്പോ ഇവരും തിരികെ വന്നു. ഇവരും തിരികെ വരുമ്പോ ആദ്യം വന്ന സംഘം പലരും ഇല്ല. ഒമാനിൽ, ഇന്നത്തെ ഒമാനിലെ സലാലയിൽ, ഒമാനിൽ പോയവർക്കറിയാം, അവിടെയാണ് ചേരമാൻ പെരുമാളിന്റെ താജുദ്ദീൻ അവരുടെ മഖ്ബറയുള്ളത്. അവിടെ വെച്ച് അദ്ദേഹം വഫാത്താവുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ കൊടുങ്ങല്ലൂരിലേക്ക് നിങ്ങൾ പോയാൽ ഞാൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അവർ സ്വീകരിക്കണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ അനന്തിരവൻ, മകളുടെ ഭർത്താവ്, അവർക്ക് കൊടുക്കാൻ ഞാനൊരു കത്ത് തരാം എന്ന് പറഞ്ഞ് ഇവരെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചേരമാൻ പെരുമാൾ ഇവർക്കൊരു കത്ത് കൊടുക്കുന്നു. അങ്ങനെ ആ കത്തുമായിട്ടാണ് അവർ എവിടെ വരുന്നത്? ഈ പറയുന്ന കൊടുങ്ങല്ലൂരിൽ വരുന്നത്. കൊടുങ്ങല്ലൂരിൽ വന്നു. പിന്നെ അവിടെ ഒരു കാര്യം കൂടി ഞാൻ ഈ പറയുമ്പോൾ, കേരളത്തിൽ എന്നല്ല ലോകത്തിന്റെ ഒരിടത്തും ഇസ്ലാം ഉണ്ടായത് മതപ്രസംഗങ്ങൾ നടത്തിയോ, സംവാദങ്ങൾ നടത്തിയോ, ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തിയോ, LCD ക്ലിപ്പ് വെച്ചോ, സോഷ്യൽ മീഡിയ യുദ്ധങ്ങൾ നടത്തിയോ ഒന്നുമല്ല. അതൊന്നുമല്ല. കേരളത്തിൽ എന്നല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം ഉണ്ടായത് സൂഫികളുടെ ജീവിതം കണ്ടും കൊണ്ടും മാത്രമാണ്. വാളുകൊണ്ടല്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയാനുമില്ല. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്ന് സൗദി അറേബ്യയിൽ പോലും അല്ലല്ലോ. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്തോനേഷ്യയിലാണ്. 20 കോടിയിലേറെ മുസ്ലിങ്ങൾ ഇന്ത്യയിലുള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ ഇന്തോനേഷ്യയിലുണ്ട്. അതേപോലെ ഇസ്ലാമിന്റെ വളരെ സജീവമായ ഇസ്ലാം നടക്കുന്ന ഒരു മണ്ണാണ്. നമ്മൾ പറയും ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയാണ് കേരളം എന്നൊക്കെ. പക്ഷേ കേരളീയ മുസ്ലിങ്ങൾക്ക് മാതൃകയായ നാടാണ് മലേഷ്യ ഒക്കെ. ഈ പറയുന്ന ഇന്തോനേഷ്യയിലേക്കും മലേഷ്യയിലേക്കും ഒന്നും ലോകത്ത് ചരിത്രത്തിൽ ഒരു യുദ്ധപ്പടയും പോയിട്ടില്ല. ഒരു യുദ്ധവും ഇസ്ലാമിന്റെ പേരിൽ നടന്നിട്ടില്ല. അവിടെയൊക്കെ ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ദക്ഷിണേഷ്യ രാജ്യങ്ങളിലൊക്കെ സൂഫികളും ഔലിയാക്കളും മാത്രമാണ് ഇസ്ലാം കൊണ്ടുപോയത്.
ആ പാരമ്പര്യമാണ്. അത് കേവലം നമ്മുടെ ഒരു ആർഗ്യുമെന്റ് മാത്രമല്ല. ദ പ്രീച്ചിങ് ഓഫ് ഹിസ്റ്ററി ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം. തോമസ് ആർണോൾഡ് ടോയൻബി, ലോകത്ത് ഒരുപാട് ചരിത്രകാരന്മാർ പറയുന്ന യാഥാർത്ഥ്യമാണ്. സൂഫികൾ മാത്രമാണ് ലോകത്ത് ഇസ്ലാമിനെ സ്പ്രെഡ് ചെയ്യുന്നതിൽ ബുദ്ധിപരമായ പങ്ക് വഹിച്ചത്. സൂഫി ഇസ്ലാം ഒരു സിസ്റ്റം ആയതിനു ശേഷം ഒരു സ്റ്റേറ്റോ ഒരു രാജ്യമോ ഒരു പ്രവിശ്യയോ ഒക്കെ ഇസ്ലാമിക സ്റ്റേറ്റ് വന്നതിന് ശേഷം ആ മുസ്ലിം ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സൈനിക പരേഡുകൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിക സ്റ്റേറ്റ് ഉണ്ടായത്, ഇസ്ലാം ലോകത്ത് വ്യാപിച്ചത്, ഇസ്ലാമിക സിസ്റ്റം എക്കോസിസ്റ്റമായ മുഹല്ലകൾ, നമ്മൾ മഹല്ല ജമാഅത്ത് എന്നൊക്കെ പറയുന്ന മുഹല്ലകൾ ഉണ്ടായത്, ഇതൊക്കെ ഉണ്ടായത് ഓരോരോ പ്രദേശത്തേക്കും സഞ്ചരിച്ചു പോയ സൂഫികളും അതേപോലെയുള്ള അഹ്ലു ബൈത്തിൽപ്പെട്ട നമ്മൾ തങ്ങന്മാരെന്ന് പറയുന്ന ആളുകളൊക്കെ പോയിട്ടാണ്. തങ്ങന്മാർ എന്ന പ്രയോഗവും പറയുമ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ പറയാം. തങ്ങന്മാർ എന്ന പ്രയോഗം ശരിക്ക് സയ്യിദ് അല്ലെങ്കിൽ ഷെരീഫ് അല്ലെങ്കിൽ അഷ്റഫ് എന്നൊക്കെ ഉള്ളതാണ് ഇസ്ലാമികമായ അതിൻ്റെ സാങ്കേതികപരമായ പദം. ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ ഷെരീഫും അഷ്റഫും ഒക്കെയാണ്. പുറമെ പോയാലും സയ്യിദ് എന്ന വാക്ക് ചിലപ്പോഴൊക്കെ ചിലർ ഉപയോഗിക്കുന്നില്ല. മലയാളത്തിലുള്ളൊരു വാക്കാണ് തങ്ങൾ. തൻ എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ്, ശരീരം എന്നാണ്, തൻ മൻധൻ. അപ്പൊ തങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബഹുവചനമാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, നിങ്ങൾ ശ്രമിച്ചാൽ മതി. അപ്പൊ നമ്മളിപ്പോ ചട്ടമ്പി സ്വാമികൾ എന്നൊക്കെ പറയലുണ്ടല്ലോ ഹൈന്ദവ സഹോദരങ്ങൾ. ചട്ടമ്പി സ്വാമികൾ എത്ര പേരുണ്ട് എന്നൊക്കെ ചോദ്യം വരും ക്വിസിൽ. അതൊരാളാണ്. പക്ഷേ ഈ റെസ്പെക്റ്റീവ് പ്ലൂരൽ എന്ന് പറയും, ബഹുമാനിച്ചിട്ട് കുറെ ആളുകളുടെ സ്ഥാനത്ത് വെക്കുക. ഒരാളാണ്, പക്ഷെ കുറെ പേരുടെ സ്ഥാനത്ത് കൊള്ളാവുന്ന ഒരാളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാം കാന ഉമ്മ, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സമുദായമായിരുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പ്രയോഗമാണ് തങ്ങൾ. ഒരുപാട് വ്യക്തികളുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ശരീരം. കാരണം ഈ ശരീരത്തിന്റെ ശാരീരികപരമായ മടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. റസൂലുള്ളാഹിയിൽ നിന്ന് പിന്നീട് മടങ്ങുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്കാണ്. ഈ തങ്ങന്മാരുടെ മഹത്വത്തിന്റെ അടിസ്ഥാനപരമായ കാരണം മദീന അല്ല എന്ന് പറഞ്ഞാൽ മദീനയെ ചെറുതാക്കുകയല്ല, അതിനേക്കാളും പിറകിലേക്ക് ആ ചരിത്രം പോകുന്നുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ സഫ മർവ കുന്നിൻ അല്ലെ, മക്കയിൽ പർവ്വതത്തിൽ കഅബയുടെ ചാരെ ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും, മുലക്കുഞ്ഞാണ്, പാല് കുടിക്കുന്ന പൈതലാണ്, തനിച്ചാക്കി പോകുന്ന സന്ദർഭം. ഫലസ്തീനിലേക്കാണ് പോകുന്നത്. സൗദിയുടെയും ഫലസ്തീന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ജീവിക്കുന്ന ലൈവ് ചരിത്രങ്ങളാണ്, കേവലം സങ്കല്പങ്ങളല്ല. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ് ആ നിലയിൽ. അവരും മക്കളോട് സ്നേഹം ഉണ്ടാകും, ഭാര്യേനോട് സ്നേഹം ഉണ്ടാകും. അതുകൊണ്ട് മുല കുടിക്കുന്ന മോനാണ്. എന്നിട്ടാണ് അവര് ഫലസ്തീനിലേക്ക് പോകുന്നത്. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി സീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം ലിയുഖീമുസ് സ്വലാഹ് വർസുഖ് ലഹും മിനസ് സമറാത്തി. ആയത്തിന്റെ തുടക്കം വേറൊന്നും കൂടി ഉണ്ടല്ലോ. ഹാഫിലിങ്ങൾ റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി സീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം ലിയുഖീമുസ് സ്വലാഹ വജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ് ലഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ. റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ ഭാര്യേനെയും എൻ്റെ മകനെയും എൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ചിലരെ ഞാനിതാ വന്ന് പാർപ്പിച്ചിരിക്കുന്നു. ബിവാദിൻ, ഈ താഴ്വാരത്ത്, ഗൈരി സീ സർഇൻ, കൃഷിയോ തളിരോ ഇല്ലാത്ത, ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ കഅബയുടെ അരികെ, ലിയുഖീമുസ് സ്വലാ, അവർ നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി, ലിയുഖീമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി. അതിനുശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം ദ്വാരം നോക്കൂ, രണ്ട് കാര്യമാണ്. വജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം, സമൂഹത്തിന്റെ ജനങ്ങളുടെ മനുഷ്യരുടെ ഹൃദയങ്ങളെ ഇവരുടെ നേരെ നീ കാരുണ്യത്തോടെ ചേർത്ത് കൊടുക്കണമേ.
തങ്ങന്മാരോട് ബഹുമാനം അതൊക്കെ എന്തിനാണ്? പ്രത്യേകിച്ചൊരു കാണൽ, പ്രത്യേകിച്ചൊരു ബഹുമാനിക്കൽ. ഇത് ഖുർആൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഫുആദ് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ള് എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ പറയില്ലേ, ഉള്ളിൻ്റെ ഉള്ള്. ഫജ്അൽ അഫ്ഇദതം മിനന്നാസ്, ജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളുകളെ നീ ആക്കിക്കൊടുക്കണമേ. തഹ്വി ഇലൈഹിം, ഇവരുടെ നേരെ നീ ഇഷ്ടത്തോടുകൂടെ തിരിച്ചു കൊടുക്കണമേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയാണ്. വജ്അൽ ലഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, അവർക്ക് നീ പഴങ്ങൾ കൊടുക്കണം, അവർ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ സ്വന്തം മകനെയും കുടുംബത്തെയും ഒറ്റക്കാക്കി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള ഫലസ്തീനിലേക്ക് തൗഹീദ് പറയാൻ പോയതിൻ്റെ ക്രെഡിറ്റ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന് കൊടുക്കുകയും ആ നന്മയുടെ മഹത്വം അന്ത്യനാൾ വരെ അള്ളാഹു വകവെച്ച് കൊടുക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ് തങ്ങൾ ആയത്. ഒരു ശരീരം ഒരുപാട് ശരീരങ്ങളായത്. ആ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലാണ് ലോക മനുഷ്യരുടെ നേതാവായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അന്ന് കൊടുങ്ങല്ലൂരിൽ അവർ വന്നു. പിന്നെ കൊടുങ്ങല്ലൂർ മാത്രമല്ല, നേരത്തെ ഞാൻ അവിടുത്തെ എണ്ണി, കൊല്ലം, ഏഴിമല, ബഡ്ക്കൽ, മംഗലാപുരം, കാസർഗോഡ്, ശ്രീകണ്ഠാപുരം, ധർമ്മടം, പന്തലായനി, ചാലിയം, അവിടെയൊക്കെ പള്ളിയുണ്ടായി ആദ്യകാലത്ത് തന്നെ, ആദ്യ നൂറ്റാണ്ടിൽ തന്നെ. ഇവിടെ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം അല്ലേ, അവിടെ നമ്മൾ പണ്ടേ പറയുന്നൊരു കാര്യമില്ല, സനത്തു ഹംസ് എന്നെഴുതി വെച്ചിട്ടുണ്ട് പള്ളിയുടെ പലകയിൽ, ഹിജറ 5-ാം കൊല്ലം. പക്ഷെ അവിടെ ഒരു കാര്യം, പിന്നീട് ഏകദേശം ഒരു ക്രിസ്തബ്ദം 9-10 നൂറ്റാണ്ട് മുതൽ, എന്നാൽ AD 900 മുതൽ AD 1500 വരെ, ഇത് 2024-25 ഇപ്പോൾ ഉള്ളത്. ആ കാലം വരെയുള്ള കേരള ഇസ്ലാമിൻ്റെ ചരിത്രം അധികം എഴുതപ്പെടുകയോ പറയപ്പെടുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ ഉറൂസ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അനുഷ്ഠാനങ്ങൾ, ദിക്ർ, സ്വലാത്ത്, ഹൽക്കകൾ, അതേപോലെയുള്ള റാത്തീബുകൾ, വിർദുകൾ, ഔറാദുകൾ, നേർച്ചകൾ, സുന്നി ഖുറാഫാത്ത് എന്നവർ പരിഹസിക്കുന്ന സംഗതികൾ, അങ്ങനെയുള്ള ഈ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുക, തങ്ങന്മാരെ ബഹുമാനിക്കുക, ബർക്കത്തെടുക്കുക, സിയാറ ചെയ്യുക, ഇങ്ങനെ നാം പൊതുവെ സുന്നികളുടെ ജീവിത രീതി എന്ന് പറയുന്ന കുറേ കാര്യങ്ങളാണല്ലോ. ഞാനതിൻ്റെ സാങ്കേതിക വാക്കുകൾ ഒഴിവാക്കുന്നത് സാധാരണക്കാർ ആണ് കൂടുതലെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ കാലത്തൊക്കെ കേരളത്തിലുണ്ടായിരുന്നത് എന്ന്. ഇതൊക്കെ ഏത് കാലത്താണ് തുടങ്ങിയത് എന്ന് ചിലപ്പോൾ അവർ ചോദിക്കാറുണ്ട്. എപ്പോഴാണ് നിങ്ങൾ മൗലൂദ് ഉണ്ടാക്കാൻ തുടങ്ങിയത്? എപ്പോഴാണ് നബിദിനം തുടങ്ങിയത്? എപ്പോഴാണ് ഉറൂസ തുടങ്ങിയത്? എപ്പോഴാണ് റാത്തീബ് തുടങ്ങിയത്? എപ്പോഴാണ് ഈ ത്വരീഖത്ത് സംവിധാനം ഉണ്ടായത്? ഇതൊക്കെ ഇവിടെ ഏറെയുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ നോക്ക്, ക്രിസ്തബ്ദം 849 തരിസാപ്പള്ളി ശാസന, ഈ തരിസാപ്പള്ളി കേരളത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരുപാട് ശാസനകളുണ്ട്. ശാസന എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ താളിയോലയിലും അതേപോലെ ഓടിലും പിച്ചളയിലും ചെമ്പിലും ഒക്കെ കൊത്തിവെച്ച പഴയകാല കേരളത്തിലെ രാജവംശത്തിൻ്റെ ചരിത്രം. ഇതിൽ വളരെ ഫേമസ് ആണ് 849 തരിസാപ്പള്ളി. തരിസാപ്പള്ളി ഇന്നത്തെ കേരളത്തിലെ കൊല്ലത്തുള്ള സ്ഥലമാണ്. തരിസാപ്പള്ളി ശാസന, അതേപോലെ ക്രിസ്തബ്ദം 902 മുതൽ 1331 വരെയുള്ള കാലത്ത് കേരളത്തെക്കുറിച്ചും ഇന്ത്യൻ മഹാസമുദ്ര തീരത്തെക്കുറിച്ചൊക്കെ ചരിത്രം എഴുതിയ കുറേ ചരിത്രകാരന്മാർ, ഇബ്നു ഫഖീഹി, ഇബ്നു റുസ്ത, മസ്ഊദി, അൽ ബിറൂനി, അൽ ഇദ്രീസി, റഷീദുദ്ദീൻ അൽ ഖസ്വീനി, അബുൽ ഫിദ, റഷീദുദ്ദീൻ വേറെ, അൽ ഖസ്വീനി വേറെ, അബുൽ ഫിദ, അതേപോലെ വളരെ വിഖ്യാതനായ കേരളത്തിൻ്റെ നാനാഭാഗത്തും സഞ്ചരിച്ച് റിഹില എഴുതിയ ഇബ്നു ബത്തൂത്ത, ഇവരൊക്കെ എഴുതിയ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാം. ഇബ്നു ബത്തൂത്ത എന്നൊക്കെ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ഇവരൊക്കെ എഴുതിയ ചരിത്രം കേരളത്തിൻ്റെ ഏത് കാലം മുതലുള്ളതെന്ന് വെച്ചാൽ ഏകദേശം ക്രിസ്തബ്ദം 900 മുതൽ 1330-40 വരെയുള്ള കാലമാണ്. ക്രിസ്തബ്ദം 900 എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 300 കൊല്ലമേ ആകുന്നുള്ളൂ. ആ കാലം മുതൽ ഏകദേശം 1340-30 വരെയുള്ള മലയാളത്തിൻ്റെ മുസ്ലിം ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. അവർ പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അങ്ങിങ്ങുകളായി ചെതറിയിരുന്നു മുസ്ലിം സമൂഹം. വാണിജ്യപരമായി അവർ വളരെ മുൻപന്തിയിലായിരുന്നു. ഇവിടെയുള്ള തദ്ദേശീയരായ ദ്രവീഡിയൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈന്ദവ സമൂഹം,
അവർ കൂടുതൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട ആൾക്കാരായിരുന്നു. വാണിജ്യ മേഖലയിൽ മുസ്ലിങ്ങളായിരുന്നു മേൽക്കോയ്മക്കാർ. ഇന്നും അങ്ങനെ തന്നെ. കേരളത്തിൻ്റെ സിറ്റികൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. തിരുവനന്തപുരം മുതൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരം അത് മുസ്ലിങ്ങൾ ഒരു ഭൂരിപക്ഷമുള്ള പട്ടണമല്ല. കൊല്ലം ടൗണൊക്കെ ഏകദേശം കച്ചവടക്കാർ മുസ്ലിംസാണ്. കച്ചവടക്കാരെ മതം തിരിച്ച് പറഞ്ഞു എന്നൊക്കെ ചിലപ്പോൾ പറയും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വാണിജ്യപരമായ ഒരു ജനിതകം, കച്ചവടം നടത്തിയിട്ട് ലാഭം ഉണ്ടാക്കാനുള്ള ജനിതകപരമായൊരു സാഹസിക ബോധം അത് മുസ്ലിങ്ങൾക്ക്, മലയാളി മുസ്ലിങ്ങൾക്ക് കൂടുതലായിരുന്നു. പല കാരണങ്ങളും അതിനെക്കുറിച്ച് പറയുന്നു. അതേക്കുറിച്ചുള്ള പഠനങ്ങൾ വരെ നടക്കുന്നുണ്ട്. 50 ലക്ഷം പോയാലും അത് പോയപ്പോൾ അടുത്ത 50 ലക്ഷം ഉണ്ടാക്കപ്പ എന്ന് പറയുന്ന ആ ഒരു മനക്കെട്ടി, സ്ഥൈര്യം, അത് തവക്കുലിന്റെ ബലം കൊണ്ട് കിട്ടുന്നതാണ്. ഒരു 5 കോടി രൂപ പോയാൽ ഒരു മാപ്പിള പോയി തൂങ്ങിച്ചാവാനൊന്നും പോകില്ല. 2 ഏക്കർ മൊത്തം കൃഷി പ്രകൃതി ദുരന്തത്തിൽ കരിഞ്ഞു പോയാലോ, അല്ലെങ്കിൽ ഒരു 10 ഏക്കർ വാഴത്തോട്ടം വെള്ളപ്പൊക്കത്തിൽ പോയാലോ 2 ദിവസം ടെൻഷൻ അടിക്കും. 3-ാം ദിവസം പിന്നെയും കൈക്കോട്ടും പടനയും വളവും ആയി പറമ്പിലേക്ക് ഇറങ്ങും എന്നല്ലാതെ വിഷം കുടിച്ചോ അല്ലെങ്കിൽ ഒരു കണ്ണം കാറിലോ ഒന്നും ജീവിതം അവസാനിപ്പിക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കും. അപ്പൊ അങ്ങനെ ഈ സാഹസിക ബോധമുള്ളവർക്ക് കച്ചവടം ജയിക്കുള്ളൂ. പൈസ പോവാൻ തയ്യാറുള്ള ആളുകൾക്ക് പൈസ കിട്ടുമെന്ന് പറയല്ലോ. തോക്കാൻ തയ്യാറുള്ളവരെ ജയിക്കുള്ളൂ. അത് ബിസിനസ് ഫീൽഡിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആ ഒരു തവക്കുൽ ഈ സമുദായത്തിന് കൂടുതലായതുകൊണ്ട് ചരിത്രപരമായ നിരീക്ഷണമാണ്, എൻ്റെ നിരീക്ഷണമല്ല. വാണിജ്യ മേഖല ആ കാലഘട്ടത്തിലും നിയന്ത്രിച്ചിരുന്നത് മുസ്ലിം സമുദായമായിരുന്നു. പക്ഷേ അവരുടെ ഇസ്ലാമിനെ നിയന്ത്രിച്ചത്, വളരെ കൃത്യമായി പറയുന്നു, ഇസ്ലാമിനെ നിയന്ത്രിച്ചത് ഓരോ പ്രദേശത്തുമുള്ള സൂഫികളായ മുഫ്തിമാരായിരുന്നു. അത് കൃത്യമായി പറയുന്നുണ്ട്. കോഴിക്കോട്ടെ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ കാസറൂനി, കൊല്ലത്തെ ഷെയ്ഖ് ഫഖ്റുദ്ദീൻ, ബസറൂനിലെ ഷെയ്ഖ് അബൂ സിത്ത, ഫാക്കനൂരിലെ ഹുസൈൻ സലാത്ത, മംഗലാപുരത്തെ ബദ്രുദ്ദീൻ മഴബരി, ഏഴിമലയിലെ ഹസനുൽ മസ്താൻ, ഇതൊക്കെ ആ കാലഘട്ടത്തിലുള്ള ക്രിസ്തബ്ദം 900 ചില്ലാനം മുതൽ 1300 പകുതി വരെ സംതിങ് വരെ കേരളത്തിലുണ്ടായിരുന്ന മുസ്ലിംകളുടെ ആത്മീകപരമായ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന ഔലിയാക്കന്മാരുടെ പേരാണ്, സൂഫികളുടെ പേരാണ്. അപ്പോൾ ഞാൻ അത് നേരത്തെ പറയുകയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇന്ന് നടക്കുന്ന ഈ സെമിനാറുകളും സിമ്പോസിയങ്ങളും സംവാദങ്ങളും ഒന്നുമല്ല കേരളത്തിൽ ഇസ്ലാമിനെ ഉണ്ടാക്കിയത്. ഈ സൂഫികളാണെന്ന് പറഞ്ഞാൽ അവർ വളരെ സൈലന്റ് ആയിരിക്കും. അവർ വന്നപാടെ നിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വരണമെന്ന് പറയില്ല. അവിടെ ലക്ഷ്യവും അതല്ല. അവര് ഇസ്ലാമികമായി അവിടെ ജീവിക്കും, വളരെ നിശബ്ദമായിരിക്കും. ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും. ലഹള കുറവായിരിക്കും, ബഹളം കുറവായിരിക്കും, ഒച്ചപ്പാടുണ്ടാക്കില്ല, തർക്കിക്കില്ല, ആളാവാൻ നടക്കില്ല, സഭ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ നാട് കയ്യിലെടുക്കാനോ വലിയ വലിയ വർത്തമാനങ്ങളൊന്നും പറയില്ല. അതേസമയം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യും, പറഞ്ഞ വാക്ക് പാലിക്കും, സത്യമേ പറയുകയുള്ളൂ, എന്ത് കിട്ടിയാലും അതിൽ അവർ സംതൃപ്തരായിരിക്കും. ഇങ്ങനെ ഇവരെ ഒരു 10, 15, 20, 30 ഒക്കെ കൊല്ലം അനുഭവിക്കുമ്പോൾ ഒന്നാം ഘട്ടത്തിലൊന്നും ആരും അംഗീകരിക്കില്ല. പക്ഷെ ഒരു വലിയ കാലഘട്ടം ഇവരെ അനുഭവിക്കുമ്പോൾ ആളുകൾ മനസ്സിലാക്കുകയാണ്, ഇവരുടെ കാഴ്ചപ്പാട് കൊള്ളാമല്ലോ, ഇവരുടെ വ്യക്തിത്വം കൊള്ളാമല്ലോ. അങ്ങനെയാണ് കേരളത്തിലുള്ള എത്രയോ ദൂരത്തു നിൽക്കേണ്ടൊരു ചെറുമൻ പോയി തുപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തിരുന്നിടാം, ചുറ്റും പേടിക്കേണ്ട തമ്പുരാരെ ഒക്കെ അല്ലേ കുമാരനാശാൻ ദുരവസ്ഥയിൽ പറഞ്ഞതാണ്. മറക്കാൻ സ്വാതന്ത്ര്യമില്ല കേരളത്തിലെ ദളിത് കീഴാള സ്ത്രീകൾക്ക്. വേദം പഠിക്കാൻ സ്വാതന്ത്ര്യമില്ല, അക്ഷരം പഠിക്കാൻ സ്വാതന്ത്ര്യമില്ല. സവർണന്മാർ നടന്നു പോകുന്ന വഴിയിൽ കീഴാളന്മാർക്ക് നടക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ചിത്രങ്ങളാണ്. മുല മറച്ചതിൻ്റെ പേരിൽ കപ്പം കൊടുക്കേണ്ടി വരുമായിരുന്നു. കാരണം ദളിത് സ്ത്രീകളുടെ അകിടിൻ്റെ അതിൻ്റെ കണ്ണ്, നിപ്പിൾ, അത് സവർണരുടെ ദർശന സുഖത്തിനുള്ളതായിരുന്നു. അപ്പം അത് മറിച്ചാൽ ഇവിടെയുള്ള തമ്പ്രാന്മാർക്ക് പ്രയാസമാണ്. അപ്പോൾ അത് കപ്പം കൊടുക്കണം. ഒരു തവണ മുലമറിച്ചാൽ അതിന് ഫൈൻ കൊടുക്കേണ്ടി വരുന്ന കേരളം അത് പഴയ കേരളമല്ല, 100 കൊല്ലം മുമ്പുള്ള കേരളമാണ്.